അതിനകത്ത് സനീഷ്, ഇതിൽ ഈ ഇടതുപക്ഷം തുടർച്ചയായി ഈ സർക്കാരിനെതിരെയും ബി ജെ പിക്കെതിരെയും ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഭരണഘടനയോടും ഈ നിയമ സംവിധാനത്തോടും നിയമവ്യവസ്ഥയോടും അല്ലെങ്കിൽ ഈ പാർലമെൻറ്റിനോട് തന്നെയും വിധേയപ്പെടാത്ത ഒരു സംവിധാനമായി തന്നെയാണ് ഇവർ ഈ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ ബി ജെ പി ഈ ഭരണം നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണമാണ്. അത് ശരിവയ്ക്കുന്ന, അതായത് ഇവരുടെ ഈ ആരോപണം ശരിയാണ് എന്ന് വീണ്ടും വീണ്ടും സ്ഥാപിക്കുന്ന നടപടികളിലേക്ക് സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒക്കെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അതായത് അത് നമുക്ക് വളരെ ദൃശ്യങ്ങളായി നമുക്ക് കാണാം അതിൻ്റെ അടയാളങ്ങൾ. ഇപ്പോൾ ഡൽഹിയിലെ ഈ നടപടി എടുത്തു നോക്കൂ. CJP പ്രക്ഷോഭത്തിന് നേരെയുള്ള പോലീസ് നടപടിയിൽ പോലീസ് ഉദ്യോഗസ്ഥരാരും ഈ നെയിം പ്ലേറ്റ് ഒന്നും വെക്കാതെയാണ് വരുന്നത്. അതായത് ഡൽഹി പോലീസിൻ്റെ ഉദ്യോഗസ്ഥരാരും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരാരും നെയിം പ്ലേറ്റ് ഒന്നും ഇല്ലാതെയാണ് വരുന്നത്. അതിൻ്റെ ആവശ്യമില്ല. അത് ചോദ്യം ചെയ്യപ്പെട്ടാൽ പോലും ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് പോകത്തേ ഉള്ളൂ, ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് എങ്ങനെയാണ് അതൊരു വെള്ളരിക്ക പട്ടണത്തിലല്ലേ സംഭവിക്കുകയുള്ളൂ. കാരണം അരാജകത്വം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തെ ആ രൂപത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവതരിക്കാൻ കഴിയും. അതുതന്നെയാണ് ഇന്നിപ്പോൾ AKG ഭവനിലും സംഭവിച്ചത്. ആ പോലീസ് ഉദ്യോഗസ്ഥ അവർ വന്നത് ഒരു സ്വകാര്യ വാഹനത്തിലാണ്. 2 യൂണിഫോം ഇല്ലാത്ത സിവിൽ ഡ്രസ്സിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ആദ്യം എത്തുന്നത്. അവർക്ക് പിന്നാലെ 2 യൂണിഫോംഡ് ഓഫീസേഴ്സ് കൂടി അവിടേക്ക് എത്തുകയാണ്. പക്ഷേ ഇതിൽ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥ അവർ പോലീസാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും കയ്യിലില്ല. ഈ കയ്യിൽ ഈ പറയുന്ന വാറണ്ടും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ഇവർ പോലീസാണ് എന്ന് തെളിയിക്കാനുള്ള അതായത് അവരുടെ ID കാർഡില്ല, അവരുടെ നെയിം ബാഡ്ജില്ല, യൂണിഫോം ഇല്ല, ഒന്നും ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. ഇത് നിയമപരമായി തെറ്റാണ്. അതറിഞ്ഞിട്ടും അവിടെ വന്നിരിക്കുന്നു. അതായത് ഈ CJP പ്രൊട്ടസ്റ്റിനകത്ത് നിന്ന് ഈ നെയിം പ്ലേറ്റ് വയ്ക്കാതെ അവിടെ ഈ പറയുന്ന പെല്ലറ്റ് ഗണ്ണും അല്ലെങ്കിൽ ചില്ലി ബോംബും ഒക്കെ പ്രയോഗിച്ച അതേ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഒരു ദേശീയ പാർട്ടിയുടെ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറി വന്നിരിക്കുന്നതെന്ന് ഓർക്കണം. അതേ അവസ്ഥയിൽ തന്നെ ബ്രിട്ടാസ് യഥാസമയം അവിടെ ഇടപെടുകയും രൂക്ഷമായി ചോദ്യം ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് അവർ തിരിച്ചു പോയത്. അവരെന്നേക്കുമായി തിരിച്ചു പോയതല്ല. അവർ തിരിച്ചു വരും. അവർ യൂണിഫോം ഇട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതിനാണ് സാധ്യത. 30-ാം തീയതി ഇവരുടെ ഈ കേസ് കോടതിയിൽ വരാനിരിക്കുകയാണ്. ഈ കേസ് ഈ 30-ാം തീയതി ഐഷ ഘോഷിൻ്റെ കേസ്. എന്താണ് കേസ്? അത് 2021 ബംഗ്ലാ ഭവന് മുന്നിൽ ഒരു സമരം ചെയ്തതാണ് കേസ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ സമരങ്ങളിലും ഈ സമരങ്ങളിൽ എടുക്കുന്ന വകുപ്പുകൾ തന്നെ ചുമത്തിയാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ട്രസ്പാസാണ്. അതായത് ഈ ബംഗ്ലാ ഭവൻ്റെ ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് കടന്നിട്ടാണ് സമരം നടന്നിരിക്കുന്നത്. ഇതാണ് കേസ്. അതിനാണ് ഇന്ന് ഈ കാണിച്ച അരങ്ങ് മുഴുവൻ. 30-ാം തീയതി കേസ് വരാനിരിക്കുകയാണ്. ഇതിൽ സനീഷ്, നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതുപോലെ ഈ പ്രതികാര ബുദ്ധിയോടെ തന്നെ ഡൽഹി പോലീസ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആഭ്യന്തര വകുപ്പ് തുടർച്ചയായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതിന് ഒന്നാമത്തെ കാരണം ആ ജുനൈദിന് നേരെ നടന്ന ഇടപെടലാണ്, പോലീസിൻ്റെ അതിക്രമമാണ്. അതായത് അവിടെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ അതിക്രമമാണ്. ആ നിലയ്ക്കുള്ള ഇടപെടൽ അവിടെ നടന്നിട്ടുണ്ട്. അവരുടെ വീട്ടുകാരെ ഉപദ്രവിക്കുന്നു, അയാളെ ഉപദ്രവിക്കുന്നു. രണ്ടാമത് ഇപ്പോൾ വന്നിരിക്കുന്നത് ഐഷ ഘോഷിനെതിരെയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഐഷ ഘോഷ് SFIയുടെ നേതാവാണ്. SFI എന്ന് പറയുന്നത് നിരന്തരമായി ഇവിടെ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടനയിൽപ്പെട്ടവർക്കെതിരെ പഴയ കേസുകളുണ്ടാവും. ആ പഴയ കേസുകളിലെല്ലാം നടപടി. ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നതും ധാരണയായിരിക്കുന്നതും എന്താണ്? ഇപ്പോഴുള്ള കേസുകൾ ഈ ജന്തർ മന്തർ പ്രക്ഷോഭം അല്ലെങ്കിൽ ഈ നീറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കേസെടുക്കരുത് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. നീറ്റ് അല്ലാത്ത സകല കേസിലും ഈ വിദ്യാർത്ഥികൾ, അതിപ്പോൾ SFIക്കാർ മാത്രമല്ല, ASFകാർക്കെതിരെ ഇതുപോലെ നടപടിയുണ്ടാവും, ഐസക്കാർക്കെതിരെ ഇതുപോലെ നടപടിയുണ്ടാവും, AIDOSക്കാർ സമരം ചെയ്തിട്ടുള്ളവർക്കെതിരെ ഇതേ നടപടിയുണ്ടാവും. മറ്റാരും അധികം സമരം ചെയ്യാൻ പോയിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടാവാനിടയില്ല. അപ്പോൾ ഇവർക്കെല്ലാവർക്കും പഴയ കേസുകൾ വേറെ ഉണ്ടാവും. ഇത്തരം സമരങ്ങളൊക്കെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കെതിരെ എല്ലാമുള്ള പഴയ കേസുകൾ കുത്തിപ്പൊക്കിയിട്ട് ഇത്തരം നിസ്സാരമായ കേസുകൾ 2021 ഇത്തരം ഒരു കേസിലൊക്കെ നേരെ ഡൽഹി പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക്, ഒരു കേസും ഇല്ലാതെ പ്രബീർ പുർക്കാസയെ അറസ്റ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ ഒരു ചെറിയ കേസ് കിടപ്പുള്ളപ്പോൾ പിന്നെ ഉറപ്പായിട്ട് അറസ്റ്റ് ചെയ്യാമല്ലോ. ആ മട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കും. അവർ സജീവമായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ ഈ സമരത്തിന് തൊട്ട് മുമ്പ് ഇപ്പോൾ 21 വയസ്സേ ഉള്ളൂ ഇവരുടെ തന്നെ SFIയുടെ തന്നെ ബീഹാറിലെ സംസ്ഥാന സെക്രട്ടറിക്ക്, ക്രാന്തി എന്നാണ് പേര്. 21 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് SFIയുടെ സെക്രട്ടറി. 40 ദിവസമാണ് ഇപ്പോൾ ജയിലിൽ കിടന്നിട്ട് ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. 40 ദിവസം ജയിലിൽ കിടന്നിട്ട് ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ
അവർ മാത്രമല്ല കേട്ടോ, അവർക്കൊപ്പം കുറേ പേരെ അറസ്റ്റ് ചെയ്തിരുന്നു, അവർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഈ നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട് SFIയുടെ 1000-ത്തിനടുത്ത് ഏതാണ്ട് എനിക്കൊന്ന് 860-870 വിദ്യാർത്ഥികളെ നീറ്റ് സമരവുമായി ബന്ധപ്പെട്ട് തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലുടനീളം. ഡൽഹിയിൽ 16 പേര് ദീർഘമായി ജയിലിൽ കിടന്നു. അതായത് ഈ ജന്തർ മന്ദറിൽ കണ്ട CJPയുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു മുന്നേറ്റമാണ്, ഒരു വലിയ മുന്നേറ്റം. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു മുന്നേറ്റം. മറ്റേത് ഇവിടെ വ്യവസ്ഥാപിതമായ എല്ലാ നിയമ സംവിധാനത്തിനകത്തും നിന്നുകൊണ്ടും ദീർഘമായി പ്രവർത്തിക്കുന്ന സംഘടനകളാണ്, വിദ്യാർത്ഥി സംഘടനകളാണ്, എല്ലാ ഈ പറഞ്ഞ സമരങ്ങളിലും ഏർപ്പെടുന്ന സംഘടനകൾ. അപ്പോൾ അവർക്ക് കേസുകളുണ്ടാവും. ഇനി ഇവിടേക്ക് CJP വരുന്നതിന് മുൻപ് ഐഷെ ഘോഷിൻ്റെ സാന്നിധ്യം ഇദ്ദേഹം തന്നെ ഉറപ്പാക്കിയിരുന്നു. ദീപ് കെ അഭിജിത്ത് ദീപ് കെ തന്നെ ഉറപ്പാക്കിയിരുന്നു എന്ന് നേരത്തെ സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ എട്ടുകാലി മമ്മൂഞ്ഞ് MA ബേബി വെളിപ്പെടുത്തിയിരുന്നതാണ്. അതും നമ്മളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പരാമർശങ്ങളും പരിഹാസവും ഉണ്ട്. ഇൻഫോ പോരാ, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം അത് വെളിപ്പെടുത്തിയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ ആസൂത്രണം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം അതുകൊണ്ട് തന്നെയാണ് CJP നന്ദി അറിയിച്ചുകൊണ്ടുള്ള എക്സ്പോസ്റ്റ് വന്നതും, ഇവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട്. അതിനൊപ്പമാണ് ഓർഗനൈസറിൽ ലേഖനം വരുന്നത്, ഇവരാണ് ഇതിന് പിന്നിൽ, ഇവർ ചൈനീസ് ചാരന്മാരാണ്. ഇതിനിടയ്ക്ക് അർണബ് ഗോസ്വാമി ആഞ്ഞു പണി എടുക്കുന്നുണ്ടല്ലോ MA ബേബിയെ ചൈനീസ് ചാരനാക്കാനും. ആ കൂടെ 2 പേരുടെ പേരൂടെ പറയുന്നുണ്ട്, ആദർശ് സജ്ജിയുടെയും ഐഷെ ഘോഷിൻ്റെയും. ഈ 2 പേരുകളും അവിടെയുണ്ട്, ഈ ചൈനീസ് ചാരന്മാരെന്ന് മുദ്രകുത്താൻ. അപ്പോൾ ഇന്ത്യയിൽ ഒരു അർണബ് ഗോസ്വാമി മാത്രമല്ലല്ലോ ഉള്ളത്, അർണബ് ഗോസ്വാമിമാർ ഒത്തിരി പേരുണ്ട്. ആ അർണബ് ഗോസ്വാമിയിൽ പെടുന്ന ഒരു സഹോദരനാണ് നമ്മുടേതും. അദ്ദേഹം ആ മട്ടിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തി ഇകഴ്ത്തി കാട്ടാനുള്ള ഒരു ശ്രമം നടത്തി എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഈ ഇൻഫോ എടുത്തിട്ടല്ല അദ്ദേഹം ആ ഇടപെടലൊക്കെ നടത്തിയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ അടിത്തറയിൽ, ഇവരുടെ ആലോചനയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ സമരം ഉണ്ടായത്. അതായത് SFIയുടെയും AESFൻ്റെയും ഈ CJPയുടെ നേതാക്കന്മാരുടെയും എല്ലാം ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഈ സമരം ഉണ്ടായത് എന്നുള്ളത് ഭരണകൂടത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ നടപടികൾ ഇങ്ങനെ കടുപ്പിക്കുന്നത്. ഇനി CJP നേതാക്കൾക്കെതിരെ എന്തുകൊണ്ടാണ് ചാടിക്കറി നടപടി ഉണ്ടാവാത്തത്? അവർക്ക് അതൊരു മുന്നേറ്റമായിരുന്നു. അവർക്കെതിരെ മുൻപ് കേസുകളില്ല. അല്ലല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ വല്ല ട്രാഫിക് സ്പീഡ് കൂടിപ്പോയുള്ള വല്ല കേസോ മറ്റുണ്ടെങ്കിൽ ഈ അഭിജിത്ത് ദീപിക ശ്രദ്ധിക്കണം. അതായത് ഇവരെ പോലെ സമരം ചെയ്ത കേസ് അവർക്ക് ഉണ്ടാവില്ല. പിന്നെ സൗരവദാസ് ലേഖനം എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഇപ്പൊ ശ്രദ്ധിച്ചു വെക്കുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ഏറ്റവും അടുത്ത ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാമെങ്കിൽ അത് സ്വീകരിക്കും, കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവിടെ ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പക്ഷെ അതായത് ഈ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ ബയോമെട്രിക് വിവരങ്ങൾ കൂടെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ സമയം ഈ ടെക്നിക്കൽ ഈ കാര്യങ്ങളൊക്കെ വിദഗ്ധനായിട്ടുള്ള അനിവർ അരവിന്ദ്, അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്, പോലീസ് ഈ പറയുന്ന ഗൂഗിൾ ലെൻസോ അങ്ങനെ എന്തോ ഉള്ളൊരു ക്യാമറ കണ്ണടയാണ്. അപ്പൊ ആളുകളുടെ കണ്ണിന്റെയൊക്കെ വിവരങ്ങൾ എടുത്ത് ആ നിലക്ക് ബയോമെട്രിക് വിവരങ്ങൾ കൂടെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഭാവിയിൽ എന്താണ് സംഭവിക്കുന്നത് അപ്പം തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവരിപ്പോഴേ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്നിപ്പോൾ ഇത് ചുമ്മാതല്ല, റഹീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇതിൽ പിന്നെ സ്വകാര്യതാ ലംഘനം, പ്രൈവസിയുടെ ലംഘനമുണ്ട്, ഇത് പോലീസ് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അദ്ദേഹം, റഹീം MP എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. അപ്പോൾ ഈ നടപടികളിൽ തനീഷ് ഇക്കാര്യത്തിൽ നേരിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ആഭ്യന്തര വകുപ്പാണ് ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. ഈ നടപടികൾ ആദ്യം നടന്ന നടപടികളും, അതായത് ജന്തർ മന്ദറിൽ നടന്ന പോലീസ് ആക്ഷൻ്റെയും ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനാണ്. ആഭ്യന്തര വകുപ്പ് ഇതിൽ മറുപടി പറയേണ്ടതുണ്ട്. ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്ന ആ പോയിന്റിലേക്ക് നമ്മൾ അടുത്ത ചർച്ചയിൽ വരുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിൻ്റെ മറുപടിയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിയമവിരുദ്ധമായി ഇങ്ങനെ പ്രവർത്തിക്കാനാണോ ആഭ്യന്തര, അതായത് ഈ ഭരണഘടനാടിസ്ഥാനത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണോ? നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടുക എന്നതാണോ ആഭ്യന്തര വകുപ്പിൻ്റെ രീതി? ഇനി സനീഷ് പറഞ്ഞല്ലോ, പ്രവീർ പുക്കായത്തെ വിട്ടുവെച്ചപ്പോൾ കോടതി വലിയ കാര്യമായി വിമർശിച്ചു. കോടതിയോട് എന്ത് വിധേയത്വമാണ് ഇവർക്കുള്ളത്? അല്ലെങ്കിൽ എന്ത് ബഹുമാനമാണുള്ളത്? ഭരണഘടനയോട് ബഹുമാനം ഉണ്ടായാലല്ലേ കോടതിയോട് ബഹുമാനം ഉണ്ടാകൂ? അതായത് എങ്ങനെ ഇത് ആവർത്തിക്കപ്പെടുന്നത്? അതാണ് എൻ്റെ സംശയം. ഭരണഘടനയോട് ബഹുമാനം ഉണ്ടെങ്കിൽ പ്രവീർ പുർക്കായസ്തയുടെ കേസ് ഇങ്ങനെ സംഭവിച്ചു, ഇനി ജുനൈദിൻ്റെ അടുത്ത് പോയി ഇങ്ങനെയുള്ള കുഴപ്പം ഒപ്പിക്കരുത് എന്നല്ലേ ആലോചിക്കുക? ശരിയാണ്, കോടതി പറഞ്ഞതാണല്ലോ, അപ്പോൾ ഇനി കോടതി പറഞ്ഞത് കേൾക്കണം. അങ്ങനെ ഒരു ആലോചനയില്ല. എങ്ങനെ വേണമെങ്കിലും തോന്നിയാസം പ്രവർത്തിക്കാമെന്ന് ഈ സമരത്തിന് ശേഷവുമുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ നടപടികൾ ഉണ്ടാകുന്നത്. തീർച്ചയായും അത് ഞാനതിനകത്ത് വേറൊരു ഒറ്റ കാര്യം കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
ഈ കോൺഗ്രസിൻ്റെ ആസ്ഥാന മന്ദിരത്തിലാണ് ഇത്തരത്തിൽ പോലീസിൻ്റെ ഒരു കടന്നുകയറ്റമെങ്കിൽ ഞാൻ ആ അടുത്ത നിമിഷം CPIM-ൻ്റെ ആ വിഷയത്തിലുള്ള പ്രതിഷേധം ഞാൻ കാണും. ഇക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതായത് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇടതുമുന്നണി എന്തിനാണ് ഇനിയും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് വീണ്ടും. കാരണം നമ്മൾ മുമ്പും പറഞ്ഞതാണ്, ഈ ഇദ്ദേഹത്തിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ആ പരസ്യ പ്രതികരണത്തിന് ശേഷം നമ്മൾ ചർച്ച നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇത് ഇന്ത്യ മുന്നണിക്കകത്ത് തൽക്കാലം ഇടതു മുന്നണി തുടരുന്നതിൽ കാര്യമില്ല എന്നുള്ളത്. അതേ അവസ്ഥ തന്നെ എടുത്തുകൊണ്ട് ഈ വിഷയം ഇതുവരെ സംഭവിച്ചു. പ്രത്യേകിച്ച് പ്രതികരണം ആരാണ് അവിടെ ഇടത് പാർട്ടികൾ എത്തി, അതായത് CPI-യുടെ D രാജ എവിടെ എത്തിയിട്ടുണ്ട്, ഈ വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, ASF പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, AIDSO പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്, CJP നിയമസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ ഇതിനകത്തല്ല, ഞാൻ സമയം നമ്മൾ നീട്ടേണ്ട ഒരു വിഷയം കൂടിയുണ്ട്. പക്ഷേ എന്നാലും ഇതിനകത്ത് ഈ CJP സമരം നടന്നെന്ന് രാജ്യം മുഴുവൻ, ഇത് വലിയ രാജ്യം മാത്രമല്ല ലോകത്ത് മുഴുവൻ വലിയ ശ്രദ്ധാകേന്ദ്രമായപ്പോൾ പിറ്റേന്ന് മലയാള മനോരമ അതേക്കുറിച്ച് ലേഖനം എഴുതാൻ ഏൽപ്പിച്ച നമ്മുടെ നാട്ടിലെ ഒരു പുതുബുദ്ധിജീവികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട B. രാജീവനെയാണ്. B. രാജീവൻ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ മഷിയിട്ട് നോക്കിയാൽ അതിനകത്ത് ഇടതുപക്ഷത്തെ ഒന്നും കാണില്ല. നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തിന് ഇൻഫോ ഇല്ല എന്ന് പറഞ്ഞ പോലെ ബുദ്ധിജീവികൾക്കും ഇൻഫോ ഇല്ല. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ് അവസാനം ഇത് ഈ സമരത്തിൻ്റെ ദീപശിഖ ഏറ്റുവാങ്ങിയിട്ട് രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ജന്തർ മന്ദറിലേക്ക് പോയിട്ടേ ഇല്ല. അവരുടേതായിട്ടുള്ള സമരം പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പ് നടത്തി. ഈ വലിയ ബഹളമായപ്പോൾ അദ്ദേഹം വിദേശത്ത് നിന്ന് വന്നിട്ട് സംഗതി കയ്യിൽ നിന്ന് പോവുകയാണെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ദീപശിഖ ഏറ്റുവാങ്ങാൻ വേണ്ടി ഫ്രണ്ടിൽ വന്ന് നിന്നു എന്നുള്ള വസ്തുതയാണ്, ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ അടുത്ത വിഷയത്തിൽ നമ്മൾ അവരെ കുറച്ച് അഭിനന്ദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ ഈ ബുദ്ധിജീവി എഴുതിയത്, B. രാജീവൻ എഴുതിയത് ഇതാ പിന്നെ കോൺഗ്രസ് ഇത് ഏറ്റെടുക്കണം എന്നാണ്. കോൺഗ്രസ് ഇത് ഏറ്റെടുക്കണം എന്നുള്ളത് നല്ല കാര്യം തന്നെ. അദ്ദേഹം വിചാരിക്കുന്നത് പിന്നെ നേരത്തെ ആം ആദ്മി പാർട്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് ജനസഞ്ചയത്തിന് രാഷ്ട്രീയം രൂപപ്പെട്ടിരിക്കുന്നു, ഇത് ആം ആദ്മി പാർട്ടിയാണ് ഇനി രാജ്യത്തെ മുന്നോട്ട് നയിക്കുക എന്നായിരുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അദ്ദേഹം വിട്ടു, ഇപ്പോൾ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതായത് പഴയ മുതലാളിത്ത സംഗതികളുടെ പാർട്ടിയല്ല കോൺഗ്രസ്. ഇപ്പോൾ കോൺഗ്രസ് ആണ് ഈ പറയുന്ന നാട്ടിലെ ജനസാമാന്യത്തിൻ്റെ പാർട്ടി. അതുകൊണ്ട് കോൺഗ്രസ് ഈ കാര്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്നാണ്. എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് കേൾക്കണം. ഇവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സമരത്തിൽ പങ്കെടുത്തതിന് സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുഖമായിരുന്നു, ഞങ്ങൾക്ക് ഗൈഡൻസ് തന്നെ നൽകിയത് ഈ SFI-കാരാണ് ഇന്ന് അവർ തന്നെയും പറഞ്ഞിരിക്കെ ആ SFI-കാരെ അനധികൃതമായിട്ട് ബാഡ്ജില്ലാതെ നിയമലംഘനം നടത്തിയിട്ട് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോൾ, കസ്റ്റഡിയിലെടുത്ത് ചെല്ലുമ്പോൾ അവർക്കെതിരെ B. രാജീവൻ പറയുന്ന കാര്യങ്ങൾ ശിരസാ വെച്ചിട്ട് വർത്തമാനം പറയാൻ ഉത്തരവാദിത്വമുണ്ട് രാഹുൽ ഗാന്ധിക്ക്, ഇല്ലേ? അതായത് ഉടനടി ഒരു പ്രതികരണം വേണ്ട, ഇത് ചെയ്തത് ശരിയായില്ല. CPM-നോട് കേരളത്തിൽ അവർ മുഖാമുഖം നിന്ന് പോരാടുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, 102 സീറ്റുമായിട്ട് കോൺഗ്രസ് അധികാരത്തിൽ വന്നു. ഇനിയിപ്പോൾ വിശാല രാഷ്ട്രീയത്തിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ആ കാര്യത്തിന് മുന്നിൽ നിൽക്കേണ്ടുന്ന ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധി ഇല്ലേ? രാഹുൽ ഗാന്ധി ഇന്ന് സഭയിലൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് ഉടനടി ഒരു പ്രതികരണം നടത്തണ്ടേ? ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മലയാളം വായിക്കാൻ അറിയില്ല. അവരാരും മലയാള മനോരമ വായിക്കുന്നുണ്ടാവില്ല. KC വേണുഗോപാൽ വായിക്കില്ലേ? KC വേണുഗോപാൽ പറയണ്ടേ? സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവിയായുള്ള B. രാജീവൻ ഈ പറയുന്ന സംഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമരത്തിൻ്റെ ഏറ്റവും മുൻനിരയിലേക്ക് കോൺഗ്രസ് വരണം, കോൺഗ്രസ്സാണ് രാജ്യത്തിൻ്റെ ഭാവി എന്ന് എഴുതിയിരിക്കുന്നു CJP-യുടെ പ്രൊട്ടസ്റ്റിന് ശേഷം പോലും. അപ്പോൾ പിന്നെ നിങ്ങളൊന്ന് പോയിട്ട് അതിനകത്തൊരു പ്രസ്താവന കൊടുക്കണം കേട്ടോ. ഐഷെ ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ നിയമലംഘനം നടത്തിയിട്ട് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചത് ശരിയായ നടപടി ആയില്ല എന്ന് പറയണമെന്ന് KC വേണുഗോപാലെങ്കിലും പറയണ്ടേ? ബുദ്ധിജീവികൾക്ക് വിലയില്ലാതെയാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. വേണ്ട വില കോൺഗ്രസ്